റാങ്ക് കണ്ടുപിടിക്കാനുള്ളൊരു വേറൊരു മാർഗ്ഗമാണ് പറയുന്നത് റാങ്ക് ബൈ റോ റിഡക്ഷൻ. റോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നു. റോ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, പ്ലസ് ടുവിൽ പഠിച്ചത്. അപ്പോൾ ആ റോ റെഡ്യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ റാങ്ക് കണ്ടുപിടിക്കുന്ന നോക്കണം. അപ്പോൾ നമുക്ക് ഒരു എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ് ചെയ്തിട്ട് റോ ഇക്വലോൺ ഫോം കിട്ടുമല്ലോ. റോ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന റോ ഇക്വലോൺ ഫോമിൽ ആക്കിയെടുക്കുക. ആ റോ ഇക്വലോൺ ഫോമിലേക്ക് ആക്കിയെടുക്കുന്ന മെട്രിക്സ് ബി ആണെന്ന് വിചാരിക്കാം. എന്നുവെച്ചാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് റോ ഇക്വലൻ ടു എ റോ ഇക്വലോൺ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിയറം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് റോ ഇക്വലോൺ ബിയിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് ആ എയും ബിയും റോ ഇക്വലൻ്റ് ആണ്. എയും ബിയും ഇങ്ങനെ ഇക്വലൻ്റ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ദ റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും ദ റോ സ്പേസ് ഓഫ് ബി എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ റോ ഇക്വലോൺ ഫോമിൽ എഴുതിയ ബി എന്ന് പറഞ്ഞ മെട്രിക്സും എ എന്ന് പറഞ്ഞ മെട്രിക്സും റോ ഇക്വലൻ്റ് ആണെങ്കിൽ റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും റോ സ്പേസ് ഓഫ് ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതുപോലെ ദ നോൺ സീറോ റോസ് ഓഫ് ബി ഫോം എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ. അപ്പോൾ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ നോൺ സീറോ റോസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ നോൺ സീറോ റോസ് റോ സ്പേസ് ഓഫ് എനെ സ്പാൻ ചെയ്യും. റോ സ്പേസ് ഓഫ് എക്ക് ഒരു ബേസിസ് ഫോം ചെയ്യും എന്നാ പറയുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് റാങ്ക് ഓഫ് എ എന്തായിരിക്കും? ഈ നോൺ സീറോ റോസ് ഓഫ് ബി ഇതിനൊരു ബേസിസ് ഫോം ചെയ്യുമെങ്കിൽ റാങ്ക് എന്താ ശരിക്കും? റോ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് അല്ലേ? അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, അത് റോ ഇക്വലോൺ ഫോമിലാക്കിയിട്ട് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ റോ ഇക്വലോൺ ഫോമിലാക്കിയിട്ട് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും. അപ്പൊ എയും ബിയും ഇക്വലന്റ് ആണ്, റോ ഇക്വലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് ഓഫ് എ. അത്രേ ഉള്ളൂ. റാങ്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ തിയറം ഒന്ന് നോട്ട് ചെയ്യാം. ഈ തിയറത്തിൽ 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് ഓരോന്നും ശരിയാണെങ്കിലല്ലേ നമുക്ക് റാങ്ക് പറയാൻ പറ്റുള്ളൂ. റോ സ്പേസ് ഓഫ് എയും റോ സ്പേസ് ഓഫ് ബിയും ഈക്വൽ ആണ്, അതാണ് ഫസ്റ്റത്തെ. ഇനി നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓഫ് ബി എന്ന് പറയുന്നത് ഫോം എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ ആൻഡ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ബി. നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം. പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: റെഡ്യൂസ് ദ ഫോളോവിങ് മെട്രിക്സ് ടു എ റോ ഇക്വലോൺ ഫോം ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് റാങ്ക്. മെട്രിക്സ് ഇതാണ്: ഈക്വൽ ടു 1 2 -1 4 2 4 3 5 -1 -2 6 -7. അപ്പോൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? റോ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ മാറ്റാൻ വേണ്ടി അതിൻ്റെ ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഒരു റോ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആവണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ എടുത്തു, അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എത്രയാ? 1 ആ. അപ്പോൾ ഈ റോയുടെ കാര്യം ഓക്കെയാണ്. ഇനി അടുത്ത റോ നോക്കുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആവണം. അതുകൂടാതെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. മുകളിലെ റോയിലെ 1ന്റെ റൈറ്റിലെ താഴത്തെ റോയുടെ 1 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ പാടില്ല, ഇവിടെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താവണം? 0 ആവണം. അതുപോലെ ഇവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഈ ഇവിടെ രണ്ടും 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇവിടെ 0 ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് ഇതിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. എന്ന് വെച്ചാൽ R2 എന്ന് പറഞ്ഞാൽ
R2 മൈനസ് 2R1 ചെയ്താക്കിയാൽ ഇവിടെ 0 ആയി കിട്ടുമല്ലോ. അതുപോലെ ഇവിടെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പോൾ R3 എന്ന് പറയുന്നത് R3 പ്ലസ് R1 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. ഇവിടെ 1 2 മൈനസ് 1 4. ഇവിടെ 2 മൈനസ് 1 ഇൻറ്റു 2 0. 4 മൈനസ് 2 ഇൻറ്റു 2 0. 3 മൈനസ് 1 ഇൻറ്റു 2. അപ്പോൾ 3 മൈനസ് മൈനസ് പറയുമ്പോൾ 3 പ്ലസ് 2 വരും 5. 5 മൈനസ് 4 ഇൻറ്റു 2 5 മൈനസ് 8 എന്ന് പറഞ്ഞാൽ മൈനസ് 3. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാണ് ഞാൻ. അപ്പോൾ 1 മൈനസ് 1 0. 2 മൈനസ് 2 0. 6 മൈനസ് 1 5. മൈനസ് 7 പ്ലസ് 4 മൈനസ് 3. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇപ്പോൾ ആ കേസ് റെഡിയാക്കി. ഇനി സെക്കൻഡ് റോ എടുക്കുക. അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്താക്കണം? 1 ആക്കണം. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ 5 ആണ്. അത് 1 ആക്കാൻ വേണ്ടി എന്താ ചെയ്യാം? 1/5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ R2നെ നമ്മൾ എന്ത് ചെയ്യുക? 1/5 ഇൻറ്റു R2 ചെയ്യാം. അപ്പോൾ എന്താ? 1 2 മൈനസ് 1 4 0 0 1 മൈനസ് 3/5 0 0 5 മൈനസ് 3. അപ്പോൾ ഈ റോയുടെ കാര്യം ഓക്കെ. ഇനി അടുത്ത റോയാണ് നോക്കാൻ പോണത്. അടുത്ത റോ എന്താ പ്രത്യേകത? ഇവിടെ ഇനി 1 വരാൻ പാടില്ല. ഇവിടെ 0 വരാൻ പാടുള്ളൂ. കാരണം ഈ 1ന്റെ റൈറ്റിലേക്ക് ഇനി 1 വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ 1 വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ 0 ആക്കാൻ വേണ്ടി നോക്കാം. ഇവിടെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 0 ആക്കാൻ R3 മൈനസ് 5 R2 ചെയ്താൽ മതിയല്ലോ അല്ലേ? 5 R2 ആകുമ്പോൾ ഇവിടെ 5 ആവും. 5 മൈനസ് 5 0 ആയി. അപ്പോൾ അങ്ങനെ ചെയ്യാം. 1 2 മൈനസ് 1 4 0 0 1 മൈനസ് 3/5 0 0 5 മൈനസ് 5 ഇൻറ്റു 1 0 മൈനസ് 3 മൈനസ് 5 ഇൻറ്റു മൈനസ് 3/5 എത്ര വരും? അതും ഇവിടെ എന്തേലും പ്ലസ് 3 ആവും അല്ലേ? 5 5 ക്യാൻസൽ ചെയ്ത് പ്ലസ് 3 ആവും. മൈനസ് 3 പ്ലസ് 3 അവിടെ 0 ആയി. നമുക്ക് മെട്രിക്സ് ഇങ്ങനെ കിട്ടി. ഇപ്പൊ നോക്കി ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലല്ലേ ഇത്? ഒരു റോ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ഇതിൽ മൊത്തം 0 ആയതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മൊത്തം 0 ആയുള്ള വെക്ടേഴ്സ് എവിടെ വരണം? ഏറ്റവും താഴെ വരണം എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പിന്നെ 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റോസ് എടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ളല്ലേ 1ന്റെ റൈറ്റിലെ താഴെയുള്ളല്ലേ 1 വരാൻ പാടുള്ളൂ. അത് ശരിയാണ്. അപ്പോൾ ഇത് റോ എക്കലോൺ ഫോമിലേക്കായി. ഇനിയിപ്പോൾ റാങ്ക് എങ്ങനെയാണ് അല്ലേ? ഇവിടെ 3 വെക്ടേഴ്സ് ഉണ്ടായിരുന്നു. റിഡ്യൂസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോൾ എത്ര വെക്ടറായിട്ട് റിഡ്യൂസ് ആയിട്ടുണ്ട്? 2 വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ടെന്നാ നോക്കുക അല്ലേ? എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്നാ നോക്കുക. അതാണ് റാങ്ക് അല്ലേ? എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 2 അല്ലേ? അപ്പോൾ സിൻസ് ദ ലാസ്റ്റ് മെട്രിക്സ് ഹാസ് 2 non-zero rows. 2 non-zero rows. So we can conclude that rank of A equal to 2. ഇനി റാങ്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇനി നമ്മൾ വരുന്ന പ്രോബ്ലത്തിലൊക്കെ നമ്മൾ റെഡ്യൂസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ പല പ്രോബ്ലം ഉണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും.
ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തത്. റെഡ്യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഇനിയിപ്പോൾ രണ്ട് വെക്റ്റേഴ്സ്, ഒരു വെക്റ്റർ അല്ലെങ്കിൽ കുറച്ച് വെക്റ്റർ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. റാങ്ക് കണ്ടുപിടിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കുറച്ച് വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വെക്റ്റേഴ്സ് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ ആ വെക്റ്റേഴ്സിൻ്റെ എണ്ണത്തെക്കാളും റാങ്ക് ചെറുതാണെങ്കിൽ അതിനർത്ഥം എന്താ, വെക്റ്റേഴ്സിൻ്റെ എണ്ണത്തെക്കാളും റാങ്ക് ചെറുതാണെങ്കിൽ നമുക്ക് പറയാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് അല്ലേ. അതുപോലെ വെക്റ്റേഴ്സിൻ്റെ എണ്ണത്തെ സെയിം ആണ് റാങ്ക് എങ്കിൽ നമുക്ക് പറയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലീനിയർലി ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻസും പറയുന്നത് എങ്ങനെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ വെദർ ദ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് u1 ഈക്വൽ ടു 1 4 -5, u2 ഈക്വൽ ടു 5 2 1, u3 ഈക്വൽ ടു 2 -1 3, u4 ഈക്വൽ ടു 3 -6 11 in R3 is linearly independent or linearly dependent. അപ്പോൾ ഇവിടെ നമുക്ക് 4 വെക്റ്റേഴ്സ് ആണുള്ളത്. അപ്പം 4 വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റാങ്ക് എന്ത് കിട്ടും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റാങ്ക് 4 കിട്ടും അല്ലേ. 4 വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റാങ്ക് 4 ആണ് നമുക്ക് കിട്ടുക ഡെഫിനിഷൻ അനുസരിച്ച്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആയിട്ടാണ്. അപ്പോൾ റാങ്ക് 4നേക്കാൾ ചെറുത് കിട്ടിയാൽ നമുക്ക് ഉറപ്പിക്കാം ഡിപ്പെൻഡൻ്റ് ആണ്. 4 തന്നെ കിട്ടുകയാണെങ്കിൽ വെക്റ്റേഴ്സിൻ്റെ എണ്ണം തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അത്രയും ശ്രദ്ധിച്ചാൽ മതി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാൻ. അപ്പോൾ നമുക്കിവിടെ റാങ്ക് കണ്ടുപിടിക്കാതെ റെഡ്യൂസ് ചെയ്തിട്ട് റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഏന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ് ഇവിടെ, ഏന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. കാരണം ഈ വെക്റ്റേഴ്സ് റോ വെക്റ്റേഴ്സ് ആയിട്ട് എടുക്കുക. ഈ വെക്റ്റേഴ്സ് റോ വെക്റ്റേഴ്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് എഴുതാം, അതിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ലെറ്റ് എ ഡിനോട്ട് ദ മെട്രിക്സ് ഹൂസ് റോസ് ആർ ദ ഗിവൺ വെക്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 1 4 -5, രണ്ടാമത്തേത് 5 2 1. ഇത് റോ വെക്റ്റേഴ്സ് ആയിട്ട് എടുത്ത് എഴുതുക കേട്ടോ. 2 -1 3, 3 -6 11. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി എന്ത് ചെയ്യാം, റെഡ്യൂസ് ദ മെട്രിക്സ് എ. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ പൊസിഷൻ 1 ആണ്, അതിലൊരു മാറ്റം വരുത്തണ്ട. ഇനി R2 R3 R4 മാത്രം മാറ്റം വരുത്താം. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ 1 ആക്കാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യുക, 1 ആക്കാൻ R2 എന്ന് പറയുന്നത് R2 -5 R1 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ 0 ആയി. അല്ല, ഇവിടെ 0 ആക്കുകയാണ് വേണ്ടി കേട്ടോ. അപ്പോൾ 0 ആക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 1 4 -5 തന്നെ. ഇനി അതുപോലെ R3നെ അവിടെ 0 ആക്കാൻ വേണ്ടി R3 -2 R1. R4നെ ആക്കാൻ R4 -3 R1. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുക. ഇവിടെ 5 -5 0. ഇവിടെ 2 -5 × 4 2 -20 വരും. അപ്പോൾ -18. ഇവിടെ 1 -5 × 5 25. അപ്പോൾ 25 ഇവിടെ പ്ലസ് ആവും, 25 + 1 അപ്പോൾ 26. ഇവിടെ 0 വരും. -1 -4 × 2 -1 -8 അല്ലേ. അപ്പോൾ -9. 3 -10
അല്ലേ? 2 × 5 അല്ലേ വരിക? 2 × 5 അപ്പോൾ 10 ആണ് വന്നത്. അപ്പോൾ 13 വരും. ഇനി അടുത്ത 3 - 3 0. ഇവിടെ -6 - 3 × 4 12. -6 - 12 -18. അടുത്തത് 11 -5 × 3 15 അല്ലേ? 15. അപ്പോൾ എത്ര വരും? 26. ഇതേ ഓർഡറിൽ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെട്രിക്സ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് രണ്ടും സെയിമാ അല്ലേ? ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 0 കേൾക്കാം. പിന്നെ ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെയും 0 ആക്കാം. പിന്നെ ഇത് മാത്രം ചെയ്താൽ മതി. ആ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഓർഡറിൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. നേരത്തെ ആ ഓർഡറിൽ നമ്മൾ ചെയ്ത് മനസ്സിലായല്ലോ. പിന്നെ ആ ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഈ റോയിൽ ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ 1 ആക്കാൻ നോക്കുക അല്ലേ? ഇവിടെ 1 ആക്കുകയാണ് ആദ്യം വേണ്ടത്. ഇനി അങ്ങനെ ചെയ്യുന്നെങ്കിൽ അപ്പോൾ ഇവിടെ 1 ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എന്താക്കുക? ഇത് 0 ആക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ആക്കാൻ പറ്റുന്നത് ഇവിടെയാണ് 1 ആക്കുക. ഇവിടെ 1 ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പം അങ്ങനെ ചെയ്യണ്ടേ? അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ 1 ആക്കാനാണ് ഇനി നോക്കേണ്ടത്. പക്ഷെ ഇത് നമുക്ക് ഒരേ ഇത് വാല്യൂ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ 1 ആക്കാതെ തന്നെ നമുക്ക് ഇവിടെ ചെയ്ത് കളയാം അല്ലേ? അപ്പം ഞാൻ ആ മെത്തേഡ് 2 മെത്തേഡിലും പറഞ്ഞുതരാം. ഇപ്പം ഞാൻ 1 ആക്കാതെ ചെയ്യാണ് പെട്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? R3നെ എന്ത് ചെയ്യുക? R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? R3നെ ഇവിടെ നമുക്ക് 0 ആക്കി കളയാം. R2നെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ R3 മൈനസ് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ. അപ്പോൾ -1/2 R2 ചെയ്താൽ മതിയല്ലോ. 1/2 R2 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0 ആയി കിട്ടും. അതുപോലെ R4 എന്ന് പറയുന്നത് R4 - R2 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും മൊത്തത്തിൽ? 1 4 -5 0 -8 26 0. ഇവിടെ എന്ത് വരും? 0 0 0 0 0. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ? നമുക്ക് ഇവിടെ 1 ആക്കണം. ഇവിടെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? -1/8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മൾ R2 എന്ന് പറയുന്നത് -1/18 R2 ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 1 ആയി. അപ്പോൾ അത് റോ റെഡ്യൂസ് ഫോമിലേക്കായി മാറും. അപ്പോൾ എങ്ങനെ കിട്ടും? 1 4 -5 0 1. ഇവിടെ 26/-8 വരും അല്ലേ? 26/-18 എന്ത് വരും? -13/9 സംതിങ് ആണ് വരും. ഇനി എന്ത് ചെയ്യാം? ബാക്കി അടിയിലുള്ളതൊക്കെ 0. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് എന്താണ്? 1 4 -5 0 1 -13/9 പിന്നെ 0 0 0 0 0 0. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ്, ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് എന്താണ് നോക്കി? ലാസ്റ്റ് 2 റോസും 0 എന്ന് വെച്ചാൽ റാങ്ക് എത്രയാ? 2 ആണ്. റാങ്ക് 2 ആണെന്ന് പറഞ്ഞാൽ 4-നേക്കാളും ചെറുതാണല്ലോ. അപ്പം അതിനർത്ഥം എന്താ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് പറയാം since the last matrix is in the row echelon form, the rank of A is equal to 2. Since the rank of A is less than the number of its row vectors, the row vectors row vectorsle നമ്പറിനേക്കാളും എണ്ണം കുറവാണ് റാങ്ക് എന്ന് പറയുന്നത്. Hence the given vectors are linearly
ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇനി ഇതേ പ്രോബ്ലം നമ്മൾ അതേ ഓർഡറിൽ ചെയ്ത് കാണിക്കാനാണെങ്കിൽ ഞാൻ പറയാം. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം ഇങ്ങനത്തെ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ. കാരണം ഇവിടെയൊക്കെ സെയിം വന്നു, ഇവിടെ ഇരട്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അതേ ഓർഡറിലാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ എന്ത് ഇനി ഇവിടെ 1 ആക്കുവാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, R2-നെ നമ്മൾ എന്താക്കി പറ്റും, R2-നെ അവിടെ 1 ആക്കാം, -1/18 R2 ചെയ്യാം. അപ്പോൾ 1 4 -5 0 1. ഇവിടെ എന്ത് വരും, 26/-18. 2 കൊണ്ട് 2-നെ കട്ട് ചെയ്താൽ -13/9 വരും. ബാക്കി 0 -9 13 0 -8 26. ഇത്ര എവിടെയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോണത്, നമ്മൾ ഇവിടെ 1 ആക്കി കഴിഞ്ഞാൽ അടുത്ത റോ എടുക്കാം. അടുത്ത റോയിൽ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 വരാൻ പാടില്ല, റൈറ്റിലെ 1 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി 0 ആക്കാനാണ് നോക്കണ്ടേ അല്ലേ. ഇവിടെ ഒരു 1 വന്നു, ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി റൈറ്റ് സൈഡിലേക്കേ 1 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് താഴെയുള്ളതൊക്കെ എന്താക്കണം, 0 ആക്കി കളയാം. അപ്പം അത് ചെയ്യാൻ പോവാം നമ്മൾ. അപ്പം അതിനെന്ത് ചെയ്യാം, ഇവിടെ -9 ആണ്, ഇവിടെ 1 ആണ് അല്ലേ. അപ്പം അവിടെ 0 ആക്കാൻ വേണ്ടി R3 എന്ന് പറയുന്നത് R3 + 9 R2 ചെയ്താൽ പോരെ അല്ലേ. അതുപോലെ R4 എന്ന് പറയുന്നത് അവിടെ 0 ആക്കാൻ വേണ്ടി R4 + 18 R2 ചെയ്താൽ മതിയല്ലോ അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ 1 4 -5 R2-നൊന്നൊരു മാറ്റമില്ല, 0 1 -13/9 0. ഇവിടെ R3 ആണ്. R3 + 9 R2 ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടും. R3 + 9 R2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, 9 × -13/9. അപ്പോൾ 9 9 കട്ട് ചെയ്ത് -13 + 13. അപ്പോൾ ഇത് വരും 0 വരും. അടുത്തതുപോലെ ഇവിടെ 0 വന്നു. ഇനി 26 അല്ലേ, R4 26 + 18 × R2 വരും അല്ലേ. -13/9 × 18 ചെയ്താൽ എന്ത് വരും, 9-ഉം 18-ഉം കട്ട് ചെയ്ത് 2 വരും. അപ്പം -26 വരും. -26 + 26 അതും 0. ഇത് തന്നെയല്ല നമുക്ക് നേരത്തെ കിട്ടിയ മെട്രിക്സ്. അപ്പോൾ ഇതേ ഫോമിലേക്ക് ആക്കിയെടുത്താൽ മതി. ആ ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ നമ്മുടെ മെട്രിക്സ് കിട്ടിയേക്കുന്നത് ഇത് റോ എക്കലോൺ ഫോമിലാണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. എന്നുവെച്ചാൽ ലെസ് ദാൻ നമ്പർ ഓഫ് റോ വെക്റ്റേഴ്സ് അല്ലേ, ലെസ് ദാൻ നമ്പർ ഓഫ് റോ വെക്റ്റേഴ്സ് ആണ്. Therefore, linearly independent. The given vectors are linearly dependent. Determine whether the set of vectors u1 = 2 1 1, u2 = 0 3 0, u3 = 3 1 2 in R3 is linearly independent or linearly dependent. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തന്നിട്ടുള്ള വെക്റ്റേഴ്സിനെ റോ വെക്റ്റേഴ്സ് ആയിട്ട് എഴുതുക. Let A denote the matrix whose rows are given vectors. Whose rows are the given vectors. Then A = ഇപ്പോൾ ഇതിൻ്റെ റോസ് ആയിട്ട് എഴുതുക. ഇപ്പോൾ ഈ വെക്റ്റർ തന്നിട്ടുള്ള വെക്റ്ററിനെ ഓരോ റോ ആയിട്ട് എഴുതുക. അപ്പോൾ 3 വെക്റ്റർ കിട്ടി. നമ്മുടെ 3x3 മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, let us row reduce the matrix A. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്,
2 ആണല്ലോ, അതിനെ 1 ആക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യും? R1 എന്ന് പറയുന്നത് 1/2 R1 അല്ലേ? 1/2 R1 ആക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2/2 1, ഇവിടെ 1/2, ഇവിടെ 1/2, 0 3 0 3 1 2. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ താഴെ മുഴുവൻ എന്താക്കണം? 0 ആക്കണം. ഇതിന് 1ന് താഴെയുള്ളതൊക്കെ 0 ആക്കാണ്. അപ്പോൾ ഇവിടെ 0 ആണ് ഓൾറെഡി, ഇവിടെ 0 ആക്കാം. അതിനെന്ത് ചെയ്യുക? ബൈ R3 എന്ന് പറയുന്നത് R3 മൈനസ് 3R1 ചെയ്താൽ മതിയല്ലോ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 3 ആവും. 3 മൈനസ് 3 0 ആയി. അപ്പം അങ്ങനെ ചെയ്യാം. 1 1/2 1/2 0 3 0 3 മൈനസ് 3 0 1 മൈനസ് 3/2 വരും ഇവിടെ അല്ലേ? 1 മൈനസ് 3/2 എത്രയാ? 1 മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2. ഇവിടെ 2 മൈനസ് 3/2. 2 മൈനസ് 3/2 എത്രയാ? 1/2. ഇനി എന്താ നോക്കുക? അടുത്ത റോ എടുക്കുക. അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ 3 ആണ്. അത് 1 ആക്കണം. അപ്പോൾ 1 ആക്കാൻ എന്ത് ചെയ്യുക? R2നെ നമ്മൾ R2 എന്ന് പറയുന്നത് 1/3 R2 ആക്കുക. അപ്പോൾ അവിടെ 1 1/2 1/2 0 1 0 0 മൈനസ് 1/2 1/2. ഈ റോ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്കിവിടെ ഈ 1ന്റെ അടിയിൽ എന്താവണം? 0 ആണ് അല്ലേ? ആ 1ന്റെ അടിയിലുള്ള ഒക്കെ 0 ആക്കണം. 1ന്റെ അടിയിലുള്ള 0 ആക്കാൻ വേണ്ടി ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ 1ന്റെ അടിയിൽ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ 0 ആക്കണമെങ്കിൽ ഇതുമായിട്ട് ഇനി ഓപ്പറേഷൻസ് നടക്കുള്ളൂ അല്ലേ? ഇതുമായിട്ട് ഇനി R1ഉമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും എന്താവും? ഏതെങ്കിലും നമ്പർ ആവും. അപ്പോൾ ഇവിടെ 0 ആയിട്ടുള്ള ഇവിടെ 2 എലമെന്റ് മാത്രമുള്ള റോകൾ നമ്മൾ എടുത്തിട്ട് വേണം ഇനി ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ഇനി R3ക്കാണ് മാറ്റം വരാൻ പോണത്. അപ്പോൾ R3 എന്ന് പറയുന്നത് എന്താക്കണം? 1/2 R2 അല്ലേ? R3ന്റെ കൂടെ 1/2 R2 ആഡ് ചെയ്യാം. R3 പ്ലസ് 1/2 R2 ചെയ്താൽ പോരെ? ഇവിടെ 0 ആയില്ലേ? അപ്പം അങ്ങനെ ചെയ്യാം. 1 1/2 1/2 0 1 0 0 1/2 R2 R3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 1/2 R2 R3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1/2 തന്നെ. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ മെട്രിക്സ്. ഇനി എന്താ? ഈ റോ കഴിഞ്ഞു. ഇനി അടുത്ത റോ നോക്കുക. അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്താക്കണം? ഇവിടെ 1/2 ആണ്. അത് 1 ആക്കണം. അപ്പോൾ അത് 1 ആക്കാൻ എന്ത് ചെയ്താൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക്. അവിടെ 1 ആവും. അപ്പോൾ R3 എന്ന് പറയുന്നത് എന്താക്കുക? 2 R3 ആക്കുക. അപ്പോൾ 1 1/2 1/2 0 1 0 0 0 1. അപ്പോൾ നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോമിലായി അല്ലേ? റോ റെഡ്യൂസ്ഡ് ഫോമിലായല്ലോ. എല്ലാത്തിലെയും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. പിന്നെ 1ന് താഴെയുള്ള എലമെന്റുകളൊക്കെ എന്താണ്? 0 ആണെന്നാണ്. 1ന് താഴെയുള്ളതൊക്കെ 0 ആണ്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താ? ഹിയർ റാങ്ക് ഓഫ് A = 3 അല്ലേ? റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് 3 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോ വെക്ടേഴ്സ് തന്നെയല്ലേ? നമ്പർ ഓഫ് റോ വെക്ടേഴ്സ് തന്നെയാണ്. അതിനർത്ഥം എന്താ? രണ്ടും ഈക്വലായ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? The rank of A is equal to 3. Hence the row vectors of A and
സോ ദ ഗിവൺ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ. സോ ദ ഗിവൺ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നമ്മൾ റോ റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്.